വിജയുടെ നമസ്കാരം. നമസ്കാരം. വിജയുടെ 2014 ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പല രാജ്യങ്ങളിലും നമ്മുടെ രാജ്യം കാരണം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് ഈ ക്രൂഡ് ഓയിൽ വിപണിയാണ്. ക്രൂഡ് ഓയിലിന്റെ വില നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്ന ശേഷം വർദ്ധിക്കുകയുണ്ടായി. എങ്കിലും നമ്മുടെ നാട്ടിൽ പെട്രോൾ വില കുറയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ് വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആരും അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. കാരണം വേറൊന്നുമില്ല, ആ സമയത്ത് ഈ പെട്രോൾ വില എന്തുകൊണ്ട് മോദി കുറയ്ക്കുന്നില്ല? ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു നിൽക്കുമ്പോഴും പാകിസ്ഥാനിലേക്ക് നോക്കൂ, അവിടെ 30 രൂപയ്ക്കാണ് പെട്രോൾ കൊടുക്കുന്നത്, 40 രൂപയ്ക്കാണ് പെട്രോൾ കൊടുക്കുന്നത് എന്ന് അവർ പറഞ്ഞ അവർ ഇന്ന് പാകിസ്ഥാനിൽ നോക്കുമ്പോൾ കാണുന്നത് നോയമ്പ് കാലത്ത് അവർ തമ്മിൽ തല്ലുന്നതാണ്. കാരണം അവർക്ക് ഭക്ഷണം പോലും ഇല്ല, തെരുവിലാണ്. ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, പിന്നെ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, ആട്ടയ്ക്ക് പോലും വിലയില്ല. നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി G20-യിലും അല്ലെങ്കിൽ പ്രധാനമന്ത്രി ട്രംപുമായിട്ടൊക്കെ പല രാജ്യാന്തര കാര്യങ്ങളും, എന്തിനാ ഭൂമിക്ക് പുറത്തുള്ള കാര്യങ്ങളും സ്പേസിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഓരോ ദിവസവും അവിടെ ഗ്യാസ് ഏജന്റുമാരെ വിളിച്ചിട്ട് നിങ്ങൾ ഗ്യാസിന് വില കുറയ്ക്കും, ഗ്യാസിന് ഇപ്പൊ ഭയങ്കര വില കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞുള്ള സംസാരങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതൊക്കെ ഇവരുടെ ഈ ഇതുകൊണ്ടാണ് എന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പോ ട്രംപ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. 13.48 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ ക്രൂഡ് ഓയിലിന്റെ അല്ലെങ്കിൽ എണ്ണയുടെ പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത്. ഏതൊരു രാജ്യത്തിനെയും സമ്പന്നമാക്കാൻ ഈ ഒരു പർച്ചേസിംഗ് പവർ മതി എന്നുള്ളത് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി വന്ന ശേഷം അദ്ദേഹം ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എണ്ണ ഒരു രാജ്യം, അതായത് ഇപ്പൊ നമ്മൾ സൗദി അറേബ്യയുടെ കയ്യിൽ നിന്ന് മാത്രം എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്നും അദ്ദേഹം പല രാജ്യങ്ങളിലായി ഇത് പിരിച്ചു കൊടുത്തു. അതായത് ഇന്ത്യയിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വരുന്നുണ്ട്, റഷ്യയിൽ നിന്ന് വരുന്നുണ്ട്, പോരാത്തതിന് സൗദിയിൽ നിന്ന് വരുന്നുണ്ട്, വേറെ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്, പല രാജ്യങ്ങളിൽ നിന്നും എണ്ണ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എണ്ണ ഇങ്ങോട്ടേക്ക് വരുന്നത് മാത്രമല്ല, ആ എണ്ണ നമ്മൾ മേടിച്ച് നമ്മുടെ ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഈ എണ്ണ ഇങ്ങോട്ടേക്ക് വന്ന് ഇത് റിഫൈൻ ചെയ്ത് നമ്മൾ മറിച്ചടിക്കുന്നുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നമ്മൾ മറിച്ച് വിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ നരേന്ദ്രമോദി കൊണ്ടുവന്ന വേറൊരു വലിയ വിപ്ലവം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിൽ ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു എവല്യൂഷൻ. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു എവല്യൂഷന്റെ കൂട്ടത്തിൽ തന്നെ ഹൈബ്രിഡ് വാഹനങ്ങളുടെ എവല്യൂഷൻ. അതായത് പെട്രോളിനും കറണ്ടിലും ഓടാവുന്ന വാഹനങ്ങൾ വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഈ പെട്രോളിൽ തന്നെ മിക്സ് ചെയ്യാനുള്ള എത്തനോൾ എന്ന് പറഞ്ഞൊരു സംഭവം വന്നു കഴിഞ്ഞു. അപ്പൊ ഈ ലോകം ഒരു റിസഷനിലേക്ക് പോകുമ്പോൾ, മൊത്തത്തിൽ ഒരു സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് പോകുമ്പോൾ, ഈ 13.48 ലക്ഷം കോടി എന്നൊക്കെ പറയുന്നത് അതിഭീകരമായിട്ട് അത്രയും വിലയ്ക്ക് നമ്മൾ എണ്ണ വാങ്ങിക്കണം എന്ന് പറയുമ്പോൾ അത് നമുക്ക് വെട്ടിച്ചുരുക്കിയേ മതിയാകും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ ഈ ഭക്ഷ്യ എണ്ണയാണെങ്കിൽ 1.28 ലക്ഷം കോടിക്കാണ് നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അതും നമുക്ക് വെട്ടിച്ചുരുക്കിയേ പറ്റത്തുള്ളൂ. അപ്പൊ ഇതെല്ലാം വെട്ടിച്ചുരുക്കേണ്ട ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണോ? പിന്നെ ഈ നരേന്ദ്രമോദി വന്ന ശേഷമുള്ള ഈ പെട്രോൾ എക്കണോമി, അത് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് പുരോഗമിക്കുന്നത് എന്നുള്ളത് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്താണ് അഭിപ്രായം? ധനുഷ് പറഞ്ഞതുപോലെ ലോകത്തെ ഏത് രാജ്യത്തെയും സമ്പന്നമാക്കാൻ തക്ക കരുത്താണ് നമ്മൾ ഒരു വർഷം പർച്ചേസ് ചെയ്യുന്ന ഈ 13 ലക്ഷം കോടി രൂപ എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും രൂപ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതിക്കായി നമ്മൾ ചിലവാക്കുന്നത് ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ. ലോകത്ത് ക്രൂഡ് ഓയിൽ ഏറ്റവും കൂടുതൽ ഉപഭോക്തൃ രാജ്യങ്ങളിൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യ. എണ്ണ ഇറക്കുമതിയിൽ ലോകത്തെ 2-ാം സ്ഥാനമാണ്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി, എണ്ണ ഇറക്കുമതി രണ്ടും രണ്ടാണ്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിട്ട് അമേരിക്കയും ചൈനയും ഇന്ത്യയും ഒക്കെ ചെയ്യുന്നത് റിഫൈൻ ചെയ്ത് പെട്രോളും ഡീസലും മണ്ണെണ്ണയും അങ്ങനെ എല്ലാത്തിൽ നിന്നും എല്ലാ തരത്തിലുള്ള അതിന്റെ വകഭേദങ്ങളും ഒക്കെ അതിൽ നിന്ന് മാറ്റുന്ന പരിപാടിയാണ്. അപ്പൊ ക്രൂഡ് ഓയിൽ വേറെ, ഇത് വേറെ, രണ്ടും രണ്ടാണ്. അപ്പൊ അത് വലിയ നരേന്ദ്രമോദി അധികാരത്തിൽ 2014 ഇന്ത്യ, നമ്മുടെ രാജ്യം ഇറക്കുമതി ചെയ്തുകൊണ്ടുവരുന്നത് 189 മില്യൺ മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ ആയിരുന്നു. ഇന്നത് നമ്മുടെ 233 മില്യൺ മെട്രിക് ടണ്ണായി മാറിയിരിക്കുന്നു. വളരെയധികം ഉയർന്നിരിക്കുന്നു. ഏതാണ്ട് ഒരു 100 മില്യൺ ടണ്ണിലെ കൂടിയിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 2014 മുതൽ 2024 വരെ അതിവേഗം നമ്മുടെ വിപണിയും വാഹന വിപണിയും വളർന്നു. നമ്മുടെ ഇൻഡസ്ട്രിയിലായി വളർന്നു. നമ്മുടെ സാമ്പത്തിക പുരോഗതി തന്നെയാണ് അത് കാണിക്കുന്നത്. കാരണം ആൾക്കാരുടെ പണം ഉണ്ടാകുമ്പോഴാണ് വാഹനം വാങ്ങുന്നത്. നമ്മളിപ്പോൾ വാഹനത്തിന്റെ കണക്കുകൾ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഈ ചർച്ച മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഡീസലും മറ്റും ഉപയോഗിക്കുന്നത് വാഹനങ്ങൾക്ക് മാത്രമല്ല, വലിയ വലിയ ഫാക്ടറികളും മിഷനറികളും മറ്റും പ്രവർത്തിക്കാനും ഡീസൽ ഉപയോഗിക്കുന്നു. നമ്മൾ അതിന്റെ കണക്കിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് വാഹനങ്ങളുടെ കണക്ക്, അതായത് നമുക്ക് കുറച്ചുകൂടെ
കണക്ട് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളായിരിക്കും. കാരണം നമുക്കും വാഹനമുണ്ട്, നമ്മൾ കാണുന്ന വാഹനമാണ്, ഏത് സാധാരണപ്പെട്ട വാഹനത്തെ കുറിച്ച് അറിയാം. അപ്പൊ നമ്മൾ വാഹനത്തിന്റെ കണക്കുകൾ മാത്രം എടുത്ത് മുൻപോട്ട് പോകുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനോട് ഇടയിൽ നമുക്ക് ഉണ്ടായ വലിയൊരു വളർച്ചയാണ് വാഹന വിപണിയിൽ. 2022 വരെ നമ്മളുടെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള വാഹനങ്ങളുടെ എണ്ണം 35 കോടിയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉള്ളത് 35 കോടി. 2024 മാത്രം നമ്മൾ ഏതാണ്ട് 2.84 കോടി വാഹനങ്ങൾ പുതിയതായി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ വർഷം മാത്രം നമ്മുടെ രാജ്യത്ത്. ഇപ്പൊ ഒരു വർഷം നമ്മുടെ രാജ്യത്ത് ശരാശരി ഏതാണ്ട് 2.84 വെഹിക്കിൾസ് ആണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഇതിനകത്ത് ഏതാണ്ട് പകുതി വാഹനങ്ങൾ പെട്രോൾ വാഹനങ്ങളാണ്. 1,60,00,000 വാഹനങ്ങൾ ഇതിൽ പെട്രോൾ വാഹനമാണ്. ഞാൻ പറഞ്ഞ ഈ ഒരു വർഷം പുറത്തിറക്കിയത്. അതായത് ടോട്ടൽ പുറത്തിറങ്ങിയ വാഹനത്തിന്റെ പകുതി, അതായത് 35 കോടിയുടെ 60% പെട്രോൾ വാഹനങ്ങളും ബാക്കി ഡീസൽ വാഹനങ്ങളുമാണ്. ഈ പെട്രോൾ വാഹനങ്ങളിൽ തന്നെ വലിയൊരു പങ്ക് ആളുകൾ വാങ്ങുന്നത് ടൂ വീലറാണ്. 8 കോടി ടൂ വീലർ ഉണ്ട് 2022 വരെയുള്ള കണക്കനുസരിച്ച് നമ്മുടെ രാജ്യത്ത്. ഇവരെല്ലാം കൂടെ ഒരു ദിവസം ഉപയോഗിക്കുന്ന പെട്രോളിന്റെ കണക്ക് എന്ന് പറയുന്നത് 58.1 കോടി ലിറ്റർ പെട്രോളാണ്. ഇത്രയും തന്നെ ഡീസൽ നമ്മൾ ചെലവഴിക്കുന്നത് ഒരു ദിവസം നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന പെട്രോളിന്റെ കണക്കാണ് 58.1 കോടി ലിറ്റർ. ഡീസലും ഏതാണ്ട് 58.1 കോടി ലിറ്റർ ആകുന്നുണ്ട്. ഡീസൽ വണ്ടിയുടെ എണ്ണം അത്രയുമില്ല, ഏതാണ്ട് 35%, ഏതാണ്ട് 40%-ത്തിനടുത്ത് മാത്രമാണ്. 100 വണ്ടി ഇറങ്ങി അതിൽ 40 ഡീസലും 60-65ഓളം, ഇല്ലെങ്കിൽ ഇവിടെ 35-65 വരും ഡീസൽ വരുന്നുള്ളൂ. അപ്പൊ ഡീസൽ വാഹനങ്ങൾക്ക് ഉപയോഗിച്ചതും ഏതാണ്ട് ശരാശരിയാണ്. കാരണം ഇതിന് മൈലേജ് കുറവാണ് ഡീസൽ വാഹനങ്ങൾ. അപ്പൊ കൂടുതൽ അടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിന്റെ കണക്ക് രണ്ടും ഏതാണ്ട് ഈക്വൽ ആയിട്ട് വരുന്നത്. ഇതാണ് നമുക്ക് വേണ്ട ഒരു ദിവസത്തെ നമ്മുടെ പെട്രോളും ഡീസലും. അപ്പോൾ നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യും. നമ്മുടെ രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ കേവലം 33%. അതായത് നമ്മൾ ഇതുവരെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഉപയോഗം 233 ആയിരുന്നു. അതിൽ 33% നമ്മളുടെ സ്വന്തം പ്രൊഡക്റ്റ്. അതായത് അസാമിൽ 1889 അസാമിൽ എണ്ണ കണ്ടെത്തിയത്. അതിനുശേഷം നമ്മുടെ മഹാരാഷ്ട്രയിലുള്ള ONGC അടക്കം. അപ്പൊ അങ്ങനെയുള്ളിടത്തുനിന്ന് എല്ലാം കൂടെ നമുക്ക് കിട്ടുന്നത് 33. ബാക്കി ഉള്ളത് മുഴുവൻ ഏതാണ്ട് 200 മില്യൺ മെട്രിക് ടൺ നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. 2014 നരേന്ദ്രമോദി കയറുമ്പോൾ UAE-യും സൗദി അറേബ്യയും മാത്രമായിരുന്നു നമ്മൾ എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിച്ചിരുന്നെങ്കിൽ പിന്നീട് അത് മാറി. 2019 ആയപ്പോഴേക്കും നമ്മൾ കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങി. പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, നൈജീരിയ, അങ്കോള, ഇറാൻ, കുവൈറ്റ്, അതോടൊപ്പം തന്നെ മറ്റ് മെക്സിക്കോ തുടങ്ങിയ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങി. 2024 ആകുമ്പോഴേക്കും റഷ്യ നമ്മളുടെ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിൽ ടോപ്പ് പൊസിഷനിലേക്ക് മാറുകയും ചെയ്തു. അതായത് അതിനു മുമ്പ്, മോദി വരുന്നതിന് മുമ്പ് നമ്മൾ UAE-യും സൗദിയും മാത്രം ആശ്രയിച്ചായിരുന്നു നമ്മൾ എണ്ണ വാങ്ങി മുൻപോട്ട് പോയതെങ്കിൽ അതിന് വലിയ മാറ്റം വന്നു. നമ്മൾ പല രാജ്യങ്ങളിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി. അതിപ്പോൾ നമ്മളെടുത്ത സ്റ്റാൻഡ് എവിടെയാണോ നമുക്ക് ലാഭകരമായ എണ്ണ ക്രൂഡ് ഓയിൽ കിട്ടുന്നത് അവിടെ നിന്ന് നമ്മൾ വാങ്ങും. ഇതായിരുന്നു നമ്മൾ മുൻപോട്ട് വെച്ച ആശയം. അത് ഏതാണ്ട് വിജയപ്രദമായി. നമ്മൾക്ക് ഒരു രാജ്യത്തെ ആശ്രയിക്കേണ്ട അവസ്ഥ വന്നില്ല. പണ്ടൊക്കെ നമുക്കറിയാം, ഇപ്പൊ ഈ രാജ്യത്ത് ലീഗിനെതിരെ പോലും BJP എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആളുകൾ പറയുന്നത് അവർ എണ്ണ തരത്തില്ല കേട്ടോ, എണ്ണ തന്നില്ല എങ്ങനെ മുമ്പോട്ട് പോകും നമ്മൾ എന്ന് ചോദിച്ചിരുന്നിടത്ത് ഇന്നിപ്പോ നിങ്ങളുടെ എണ്ണ വേണ്ട എന്ന് പറയുന്ന നിലയിലേക്ക് നമ്മൾ എത്തി. അതായത് നിങ്ങളുടെ എണ്ണ നിങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം ആ ഒരു ഇതാണ് നരേന്ദ്രമോദി കയറിയ 10 വർഷത്തിനിടയിൽ നമുക്കുണ്ടായ ഒരു സ്വയം പര്യാപ്തത എന്നല്ല, ഒരു ധൈര്യം. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഴയതുപോലെ എണ്ണ വാങ്ങി നമുക്ക് 2014 വലിയ റിഫൈനറികളൊന്നും ഇല്ലായിരുന്നു റിഫൈൻ ചെയ്തെടുക്കാൻ. അതായത് ക്രൂഡ് ഓയിൽ വാങ്ങിയിട്ട് റിഫൈൻ ചെയ്ത് അത് വേർതിരിച്ചെടുക്കാനുള്ള സംവിധാനം നമുക്ക് ഇല്ല എങ്കിൽ ഇപ്പോൾ നമ്മുടെ കപ്പാസിറ്റി 260 മില്യൺ മെട്രിക് ടൺ ആണ്. ക്രൂഡ് ഓയിൽ 260 മില്യൺ മെട്രിക് ടൺ വാങ്ങി സംസ്കരിച്ചെടുക്കാൻ കഴിയും. അതായത് നമ്മൾ വാങ്ങുന്ന മുഴുവൻ ക്രൂഡ് ഓയിൽ നമ്മുടെ രാജ്യത്ത് തന്നെയാണ് നമ്മൾ സംസ്കരിച്ചെടുക്കുന്നത്. ബാക്കിയുള്ളവ നമ്മൾ സംസ്കരിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് പെട്രോളും ഡീസലും മറ്റ് ഇന്ധനങ്ങളുമായിട്ട് നമ്മൾ കയറ്റി അയക്കുന്നു. 2030 ആകുമ്പോഴേക്കും നമ്മളുടെ 2030 ആകുമ്പോഴേക്കും നമ്മളുടെ റിഫൈനറിയുടെ കപ്പാസിറ്റി 450 തൊട്ട് 500 മില്യൺ മെട്രിക് ടൺ ആകും. അപ്പോൾ നമ്മൾ കൂടുതൽ എണ്ണ വാങ്ങുകയും ഇവിടെ വെച്ച് അതിനെ ശുദ്ധീകരിച്ച് വിൽക്കുകയുമായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ആ സമയത്ത് അതായത് നമ്മൾ ഇപ്പോൾ വാങ്ങുന്നത് 233 ആ 233 നമ്മൾ ഇവിടെ തന്നെയാണ് റിഫൈൻ ചെയ്തെടുക്കുന്നത്. നമുക്ക് 260 മില്യൺ മെട്രിക് ടൺ റിഫൈൻ ചെയ്തെടുക്കാനുള്ള റിഫൈനറികൾ നമുക്ക് നിലവിലുണ്ട്. അതിന്റെ കപ്പാസിറ്റി നമ്മൾ 2030 കൂട്ടുമ്പോൾ നമുക്ക് 500 മില്യൺ മെട്രിക് ടൺ വരെ നമുക്ക് റിഫൈനറികളിൽ വെച്ച് റിഫൈൻ ചെയ്ത് എടുക്കാൻ കഴിയും.
അപ്പോൾ നമ്മൾ കൂടുതൽ എണ്ണ വാങ്ങി നമുക്ക് കൂടുതൽ വലിയ കച്ചവടക്കാരനായി മാറാൻ കഴിയും. അതേ സമയം തന്നെ നമ്മൾ വാങ്ങുന്ന ക്രൂഡ് ഓയിലിന്റെ അളവ് കുറച്ചേ നമുക്ക് മതിയാകും. കാരണം നമ്മളും ഏതാണ്ട് അതിന്റെ പകുതി നമ്മളും വാങ്ങുന്നുണ്ട്. ഈ 233 എന്ന് പറയുമ്പോൾ അതിന്റെ 200ഓളം നമ്മൾ വാങ്ങുന്നുണ്ട്. ബാക്കിയുള്ളതാണ് നമ്മൾ റിഫൈൻ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ്. അപ്പൊ നമുക്കിനി അതിന്റെ ഒരു കണക്കിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം 2024 നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുന്നത്, ഇലക്ട്രിക്കലും മറ്റ് ഇന്ധനങ്ങളിൽ ഓടുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ 20 ലക്ഷം വാഹനങ്ങളാണ് നമ്മൾ വിറ്റഴിച്ചത്. ബാക്കിയുള്ള 1 കോടി ഏതാണ്ട് 60 ലക്ഷം പെട്രോൾ വാഹനങ്ങളാണ് നമ്മൾ ഇന്ത്യയെ വിറ്റത്. ഏതാണ്ട് 1 കോടി 40 ലക്ഷം നമ്മൾ വിറ്റത് പിന്നെ ഡീസൽ വാഹനങ്ങളായിരുന്നു. അപ്പൊ ഇതിന്റെ ഉപയോഗം ഈ അടുത്ത കാലത്തൊന്നും കുറയില്ല. അങ്ങനെ കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ മാത്രമല്ല, ഇപ്പോൾ തന്നെ നമ്മുടെ പെട്രോളിലൊക്കെ 18% എഥനോൾ കലർത്തിയാണ് നമ്മൾ വിൽപ്പന നടത്തുന്നത്. ആ എഥനോളിന്റെ അളവ് അതില് കൂട്ടുകയും എഥനോളിൽ തന്നെ എനിക്കൊരു സംശയമുണ്ട്. അതായത് എഥനോള് ഓക്കെ, അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. എനിക്ക് ഡൗട്ട് ഉള്ളത്, ചൈനയൊക്കെ പെട്രോൾ ഉപയോഗം ഗണ്യമായി കുറച്ചു കഴിഞ്ഞു. ഇപ്പൊ പെട്രോൾ വലിയ രീതിയിൽ ചൈന ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ചൈനയിലെ വ്ളോഗേഴ്സിനെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ചൈനയിൽ എല്ലാം, ഇപ്പൊ ടാക്സി എന്നൊക്കെ പറഞ്ഞാൽ ഇലക്ട്രിക് ആണ് കംപ്ലീറ്റ് ആയിട്ടും. അതിനകത്ത് ഡ്രൈവർ പോലും ഇല്ല. ടാക്സിക്കകത്ത് വരിക, ഡ്രൈവർ ഇല്ലാത്ത ടാക്സിയിൽ കയറുക, പോവുക എന്നുള്ളതാണ്. ഇലക്ട്രിക് ഈ ഫുഡ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ, ചൈനയിൽ ഫുഡ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ ഇവിടെ ഓർഡർ ചെയ്യുമ്പോൾ ഒരാൾ വണ്ടിയും കൊണ്ടുവരണം. ചൈനയിലെന്ന് പറഞ്ഞാൽ ഡ്രോൺ ആണ് കൊണ്ടുവരുന്നത്. ഡ്രോൺ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ഒരു പ്രത്യേക സ്ഥലമുണ്ട്, അവരങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. സമ്പൂർണ്ണമായിട്ട് ചൈന ഇലക്ട്രിഫൈഡ് ആയി കഴിഞ്ഞു. മൊത്തത്തിൽ ഈ ഇലക്ട്രിഫിക്കേഷൻ നടന്നു കഴിഞ്ഞു ചൈനയിൽ, വെഹിക്കിൾസിന്റെ എല്ലാ കാര്യങ്ങളും. വെൻ ഇറ്റ് കംസ് ടു ഇന്ത്യ, നിതിൻ ഗഡ്കരി പറയുന്നുണ്ട് ഉടനെ തന്നെ വിപ്ലവം വരും, ഉടനെ തന്നെ വിപ്ലവം വരും എന്ന് പറയുന്നുണ്ട്. നമ്മൾ എത്ര കാലം ഈ പെട്രോളിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളൊരു ചോദ്യമല്ലേ. ഇപ്പൊ നമ്മൾ ഉടനെ തന്നെ ഇത് പെട്ടെന്ന് അവസാനിക്കുന്നില്ല എന്ന് താങ്കൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഒന്നാമത്തെ കാര്യം, ഈ പെട്രോൾ എന്ന് പറയുന്നത് ഒരു റിന്യൂവബിൾ റിസോഴ്സ് അല്ല, ഒരു നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. അത് തീർന്നാൽ ലോകത്ത് അത് കഴിഞ്ഞു. പിന്നെ എന്താ പറയുക, പിന്നെ ഒരു ബിഗ് ബാങ് തിയറി ഉണ്ടാകണം പെട്രോളൊക്കെ വീണ്ടും ഉണ്ടായി വരണമെങ്കിൽ. അതുകൊണ്ടാണ് നമ്മളിപ്പോ ചന്ദ്രന്റെ സൗത്ത് പോളിലൊക്കെ അല്ല സോഫ്റ്റ് ലാൻഡ് ഒക്കെ ചെയ്ത് അവിടെ ഹീലിയം ഐസോടോപ്പ് എന്ന് പറയുന്ന വലിയൊരു വാതകമുണ്ട്. വാതകമാണോ സംതിങ് എൽസ്. അപ്പൊ അത് ഇന്ത്യയിലോട്ട് ആരാണോ ഇനി കൊണ്ടുവരുന്നത്, ഖനനം ചെയ്ത് കൊണ്ടുവരുന്നത്, അവരായിരിക്കും ലോകത്തിനെ നയിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോ പല ആൾക്കാരും ചന്ദ്രനിലോട്ട് ഉപഗ്രഹങ്ങൾ അയക്കുന്നത്, ഹീലിയം ഐസോടോപ്പ് ഒക്കെ എടുക്കാൻ ശ്രമിക്കുന്നത്. കാരണം സൗദിയിൽ പെട്രോൾ കണ്ടുപിടിച്ചപ്പോൾ സൗദി ലോകത്തിന്റെ കിങ് മേക്കറായി മാറിയല്ലോ. അപ്പൊ അതുപോലെ അപ്പൊ ഇനി അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതൊക്കെ ഇനി 100-150 കോടി വർഷങ്ങൾ കഴിഞ്ഞ് നോക്കിയാൽ മതി. നമ്മുടെയൊക്കെ കാലശേഷം, നമ്മുടെ മക്കളുടെ കാലശേഷം കഴിഞ്ഞ് നോക്കിയാൽ മതി. പക്ഷെ നിതിൻ ഗഡ്കരി പറഞ്ഞ ഈ ഈ ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഈ ഒരു വലിയ രീതിയിലുള്ള ഒരു സംഭവം, ഇത് തന്നെ നമ്മൾ ഒരുപാട് നാൾ ചർച്ച ചെയ്തതാണ്. ഇലക്ട്രിക് എന്താ ഈ വാഹന വിപ്ലവം ഇപ്പൊ വരും, നാളെ വരും, പിന്നീട് വരും. പിന്നെ നമ്മൾ കേൾക്കുന്നത് എന്താണ്? പിന്നെ നമ്മൾ കേൾക്കുന്നത് ഉടനെ ഒന്നും ഈ ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഒരു വിപ്ലവം വരില്ല, ഇപ്പോഴും പെട്രോൾ വണ്ടി തന്നെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്, പെട്രോൾ വണ്ടിയുടെ എന്താണ് ഇത് വിൽപ്പന കൂടി, ഇലക്ട്രിക് വണ്ടിയുടെ വിൽപ്പന കുറഞ്ഞു എന്നൊക്കെയാണ് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് ഈ ഇലക്ട്രിക് വണ്ടിയുടെ ബാറ്ററി, ഈ ബാറ്ററിയുടെ വില, പിന്നെ ഇലക്ട്രിക് വണ്ടിയുടെ എക്സ്പെൻസ്, അതിഭീകരമായിട്ടുള്ള എക്സ്പെൻസ് ആണ്. ആ എക്സ്പെൻസ് നമ്മളെല്ലാവരും വണ്ടി ഉപയോഗിക്കുന്നത് എന്തിനാണ്? നമ്മളെല്ലാവരും വണ്ടി ഉപയോഗിക്കുന്നത്, ഞാൻ തിരുവനന്തപുരം സിറ്റിക്കകത്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ തിരുവനന്തപുരം സിറ്റിക്ക് അകത്ത് കടന്നു പോകാനാണ് പ്രധാനമായിട്ടും ഒരു വണ്ടി ഉപയോഗിക്കുന്നത്. പുറത്തേക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ മിഡിൽ ക്ലാസ്സിലുള്ള ഒരു മനുഷ്യൻ ട്രെയിനിനെ ആശ്രയിക്കും, ബസ്സിനെ ആശ്രയിക്കും, അല്ലെങ്കിൽ ഫ്ലൈറ്റിനെ ആശ്രയിക്കും. അല്ലാതെ ഈ വണ്ടിയും കൊണ്ട് അയാൾ പോകാറില്ല. അങ്ങനെ വണ്ടിയും കൊണ്ട് പുറത്തേക്ക് ഇത്ര ദൂരം പോകണമെങ്കിൽ ഒരു ഇലക്ട്രിക് വണ്ടി നമുക്ക് വേണമെങ്കിൽ എടുക്കാം എന്ന് പറയാം. പിന്നെ ഈ സിറ്റിക്കകത്ത് കിടന്ന് ഓടുന്ന ഈ ഭൂരിഭാഗം ആൾക്കാർക്കും ഒരു ഇലക്ട്രിക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമായിട്ടാണ് പലപ്പോഴും തോന്നുന്നത്. വണ്ടിയുടെ ഒരു എന്താ പറയുക, ഒരു വിപ്ലവം അത് നമ്മുടെ രാജ്യത്ത് തുടങ്ങുകയാണോ അതോ തുടക്കത്തിൽ തന്നെ അതങ്ങ് പൊളിഞ്ഞു പോയോ? എന്താണ് എന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിലവിൽ? എനിക്കിതെല്ലാം മൊത്തത്തിൽ ചേർത്ത് വായിക്കുമ്പോൾ താങ്കൾ പറഞ്ഞു പെട്രോൾ യുഗം ഉടനെ ഒന്നും അവസാനിക്കുന്നില്ല എന്ന് പറയുന്നു. നമുക്കെങ്കിലും ഇലക്ട്രിക് വണ്ടി അത് വരണ്ടേ? അത് ചൈനയിലൊക്കെ അത് കഴിഞ്ഞു, അത് വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വന്നു കഴിഞ്ഞ് പകുതിയായി ഇപ്പൊ തന്നെ. ധനുഷിന്റെ ചോദ്യം, ചൈനയിലൊക്കെ ഇത് വന്നു കഴിഞ്ഞു, ഇന്ത്യയിൽ എന്താണ് വരാൻ താമസം എന്നുള്ളത്. ആ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം ചൈന എവിടെ നിൽക്കുന്നു, ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. 2014 ശേഷമാണ് നമ്മളൊരു ഇലക്ട്രിക്കൽ വണ്ടിയെ കുറിച്ചും സോളാർ എനർജിയെ കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കുന്നത്. 2014 മുമ്പ് നമ്മൾ സോളാർ എനർജിയെ കുറിച്ച്, അതായത് UPA സർക്കാർ ഇരിക്കുന്ന കാലത്ത് നമ്മൾ സ്റ്റേറ്റ് സർക്കാരിനൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു പാരമ്പര്യേതര ഊർജ്ജത്തിലേക്ക് നമ്മൾ പോകണം. അതായത് നരേന്ദ്രമോദി വന്നതിന് ശേഷമല്ല നമ്മൾ ഊർജ്ജത്തിലേക്ക്, അതിന് മുൻപ് തന്നെ നമ്മൾ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കൊണ്ടുവരാൻ സംസ്ഥാനങ്ങളോട് പറഞ്ഞു. നിങ്ങൾ ഇത് നമുക്ക് ഇനി പെട്രോൾ വേസ്റ്റും ഇപ്പൊ ധനുഷ് പറഞ്ഞതുപോലെ തന്നെ എത്ര നാൾ ഇത് ഉണ്ടാകുമെന്ന് അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ പാരമ്പര്യേതര ഊർജ്ജത്തിന്റെ പദ്ധതികൾ തയ്യാറാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ കേരളവും രാജസ്ഥാനും ഗുജറാത്തും അടക്കം തയ്യാറാക്കി കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു സോളാർ പദ്ധതി. സോളാർ ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുക എന്നുള്ളത്.
തമിഴ്നാട് കൊണ്ടുവന്നത് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ്. കാറ്റാടി യന്ത്രങ്ങൾ വെച്ചുകൊണ്ട് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ മുൻപോട്ട് വെച്ച പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ചെറുകിട ജലസേചന പദ്ധതികളായിരുന്നു. അതായത് അതാത് സംസ്ഥാനത്തുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് വൈദ്യുതി ഉണ്ടാക്കുന്ന പദ്ധതിയായിരുന്നു. കേരളത്തിലും ചെറുകിട ജലവൈദ്യുത പദ്ധതിക്ക് വലിയ സ്കോപ്പ് ഉണ്ടായെങ്കിലും നമ്മുടെ ഇവിടെ കിടക്കുന്ന കുറെ പരിസ്ഥിതി സംഘടനകൾ കാരണം നമുക്ക് ഒരു പണിയും അത് നടക്കത്തില്ല. അപ്പൊ നമുക്ക് സോളാർ ആയിരുന്നു. നമ്മുടെ കേരളത്തിൽ തുടങ്ങിയ സോളാറിന്റെ അവസ്ഥ എന്താണെന്ന് ധനുഷോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതേ സമയത്ത് തന്നെ ഈ പദ്ധതി കേരളത്തോടൊപ്പം സോളാർ പദ്ധതിക്ക് തുടക്കം കുറിച്ച ഗുജറാത്തും രാജസ്ഥാനും ഇന്ന് സോളാർ ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന സംസ്ഥാനങ്ങളായി മാറി. തമിഴ്നാട് കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് വലിയ രീതിയിൽ മുന്നേറ്റം അതിലും നടത്തി. സോളാർ കേരളത്തിൽ ഇന്നും സോളാർ സരിതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിവാദം മാത്രമായി ഇപ്പോഴും ഒതുങ്ങിയിരിക്കുന്നു. നമ്മളൊന്നും എത്തിയിട്ടില്ല. ചൈന എന്ന് പറഞ്ഞാൽ കാലങ്ങൾക്ക് മുമ്പേ തന്നെ ഇതിന് കാരണം ആ രാജ്യത്തെ സംബന്ധിച്ച് മാറി മാറി വരുന്ന ഭരണമില്ല, ഭരണകൂടങ്ങളില്ല, രാഷ്ട്രീയ കുത്തിത്തിരിപ്പുകളില്ല, ഒന്നും തന്നെ ഇല്ല. അവർക്ക് ഒരു ഡിസിഷനും ആ ഡിസിഷനിലേക്ക് അവർ പോവുകയാണ് ചെയ്യുന്നത്. അവര് അങ്ങനെ പ്രയത്നിച്ച് സോളാറിലൊക്കെ അവർ നമ്മളെക്കാൾ വളരെ മുൻപേ എത്തിക്കഴിഞ്ഞു. ഇലക്ട്രിക്കലിലും അവർ വളരെ മുൻപേ നമ്മളെക്കാൾ എത്തിക്കഴിഞ്ഞു. നരേന്ദ്രമോദി കയറിയതിനു ശേഷമാണ് ഇലക്ട്രിക് കാറുകൾ എന്നൊരു സങ്കല്പം തന്നെ ഉണ്ടായത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ലോക്സഭയിൽ നിതിൻ ഗഡ്കരി 2014 ഒന്നാം മോദി മന്ത്രിസഭയുടെ കാലത്ത് ഇലക്ട്രിക് കാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിച്ചൊരു വ്യക്തി പി ചിദംബരമായിരുന്നു. ഇന്ത്യ കണ്ട വലിയ രാഷ്ട്രീയ നേതാവെന്നാണ് പി ചിദംബരത്തെ പറയുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ എന്ന് വരാനാ, ആരെടുക്കാനാ, ഇതൊക്കെ നിങ്ങൾ വരുമോ ഇലക്ട്രിക് കാർ തള്ളാനെന്നാണ് നിതിൻ ഗഡ്കരിയോട് ചോദിച്ചത്. അപ്പൊ നിതിൻ ഗഡ്കരി പറഞ്ഞ് 2030 ആകുമ്പോഴത്തേന് ഇന്ത്യയിലെ 25% വാഹനങ്ങൾ ഇലക്ട്രിക്കലായിരിക്കും. പക്ഷെ ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെ നമ്മുടെ ഒരു കുതിപ്പ് തുടങ്ങുന്നത് ഏതാണ്ട് ഒരു 2019 ശേഷം, അതായത് രണ്ടാം മോദി മന്ത്രിസഭയുടെ ആ ഒരു കാലഘട്ടത്തിലാണ് ഇലക്ട്രിക്കൽ വാഹനങ്ങൾ കുതിപ്പ് തുടങ്ങും. പക്ഷെ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ഇപ്പോഴും നമുക്ക് സ്വയമായിട്ട് ബാറ്ററികൾ നിർമ്മിക്കാനും, നമ്മൾ ബാറ്ററി നിർമ്മിക്കുന്നതല്ല, ഇതിനകത്തൊരു വലിയ പ്രശ്നം തന്നെ ലോകത്ത് ഈ റേഞ്ച് കൂടിയ ബാറ്ററികൾ തന്നെ ഇപ്പോഴാണ് കൂടുതലായി നിർമ്മിച്ചു വരുന്നത്. അതിനകത്ത് ബഹുദൂരം മുൻപിലാണ് ചൈനീസ് കമ്പനികൾ, ചൈന. അവിടെ നിന്ന് ബാറ്ററി വാങ്ങിയിട്ടാണ് നമ്മുടെ വാഹനങ്ങളിൽ ഈ ബാറ്ററി നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പൊ ബാറ്ററിയുടെ ഇതിന്റെ ഒരു കുറവ് നമുക്ക് വലിയ രീതിയിൽ തന്നെ അഭിമുഖീകരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ. അതിന് നമ്മൾ സ്വയം പര്യാപ്തമായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ അക്കാരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ വില കൂടിയ ബാറ്ററി ഘടിപ്പിച്ച വാഹനങ്ങൾ വാങ്ങാനുള്ള പാങ്ങില്ല. നമ്മുടെ ഒരു ശരാശരി ഒരു 10 ലക്ഷം രൂപയ്ക്ക് താഴെ നിൽക്കുന്ന കാറാണ് നമ്മുടെ കൺസെപ്റ്റ് എപ്പോഴും. ഒരു 5 ലക്ഷം രൂപ. അതുകൊണ്ട് തന്നെയാണ് മാരുതി ഒക്കെ ഇന്നും നമ്പർ 1 ആയി നിൽക്കുന്നതിന്റെ കാര്യം. നമ്മുടെ ഒരു ഇടത്തരക്കാരുടെ സംസ്കാരമാണ്. പിന്നെ പൈസ ഉള്ളവരുണ്ട്, വലിയ വണ്ടി എടുക്കുന്നവരുണ്ട്. അവിടേക്കാണ് ചൈനീസിന്റെ BYD പോലുള്ള കമ്പനികൾ കേവലം 10 ലക്ഷം രൂപയ്ക്ക് ഇലക്ട്രിക്കൽ കാറുമായിട്ട് വരുമ്പോൾ ചൂടപ്പം പോലെ വിറ്റുപോകും. ആ മേഖലയിൽ നമ്മൾ പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് മാരുതി അവർ ഡീസൽ നിർത്തിക്കഴിഞ്ഞു, വാഹനങ്ങളിൽ നിർമ്മിക്കുന്നില്ല. പകരം പെട്രോളും ഇലക്ട്രിക്കലിലേക്കുമാണ് അവർ മാറുന്നത്. അപ്പൊ കൂടുതൽ കമ്പനികൾ നമ്മുടെ രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് വരുന്നു. ഇനിയിപ്പോ നമുക്ക് വേണ്ട ഇതിന്റെ വില കൂടെ കുറയുകയാണെങ്കിൽ കൂടുതൽ പേർ ഈ വാഹനങ്ങൾ വാങ്ങും. വില കുറയുമെന്നുള്ള കാര്യത്തിൽ ഡെഫിനറ്റ് ആണ്. കാരണം ഇപ്പോൾ വിയറ്റ്നാമിൽ നിന്നുള്ള കമ്പനികൾ പോലും ഇന്ത്യയിൽ എത്തുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് ഈ വാഹനങ്ങൾക്കുള്ള ചാർജിങ് പോയിന്റുകൾ വർദ്ധിപ്പിക്കണം. അതിനുള്ള വർക്കാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്നത്. അതായത് ചാർജിങ് പോയിന്റ് വർദ്ധിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാർ ചെയ്തത് KSEB അടക്കമുള്ളവർക്ക് ചാർജിങ് പോയിന്റ് സ്ഥാപിക്കാനുള്ള അനുമതി നൽകുകയായിരുന്നു. നമ്മുടെ കേരളത്തിൽ നമ്മുടെ KSEB ചാർജിങ് പോയിന്റ് ഉണ്ട് KSEBക്ക് ചില ഇടങ്ങളിലൊക്കെ. അതെനിക്കറിയാം. പക്ഷെ അതിന് നമ്മുടെ ജനങ്ങളുടെ ഭാഗത്ത് തന്നെ വലിയൊരു ഇവന്മാർക്ക് ഇതൊന്നും വേണ്ട എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇറങ്ങിയ സമയത്തുണ്ടല്ലോ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതി ഞാൻ പറഞ്ഞുതരാം. അതെനിക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അതായത് 25,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു മുറുക്കാങ്കട കച്ചവടക്കാരനാണെങ്കിൽ നിങ്ങളുടെ മുറുക്കാങ്കടയുടെ തൊട്ടടുത്ത് നിങ്ങൾ ഒരു ചാർജിങ് പോയിന്റ് വെക്കാം നിങ്ങൾക്ക് എന്നുള്ളതാണ്. ഈ 25,000 രൂപയ്ക്ക് സർക്കാർ ലോണും കൊടുക്കും. നിങ്ങൾ അത് ഇൻസ്റ്റാൾമെന്റ് EMI ആയിട്ട് തിരിച്ചടച്ചാലും മതി. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാർജിങ് പോയിന്റ് അവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഇനി വരുന്നത് ഇലക്ട്രിക് യുഗമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ മുറുക്കാങ്കടയിൽ ഒരുത്തൻ ഇലക്ട്രിക് വണ്ടിയുമായിട്ട് വന്നാൽ പോലെ, അതായത് നമ്മുടെ ഈ രാജ്യത്ത് മുക്കിന് ATMകൾ ഉണ്ടല്ലോ. ATM നമ്മളിപ്പോ ഏത് കുഗ്രാമത്തിൽ പോയാലും നമുക്ക് ATMയിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റും. അതുപോലെ ഏത് കുഗ്രാമത്തിൽ പോയാലും ചാർജിങ് പോയിന്റുകൾ കൊണ്ടുവരാൻ കേന്ദ്രം വളരെ കാലയെക്കൂട്ടി സ്വപ്നം കണ്ട ഒരു പദ്ധതിയാണ്. പക്ഷെ അത് എങ്ങും എത്താതെ പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു സ്ഥലത്ത് കൂടുതൽ ഡെവലപ്പായി. കാശ് വേണ്ട, 5 പൈസ നമ്മുടെ കൈ വേണ്ട, സ്ഥലം മാത്രം മതി. ഇലക്ട്രിക്കൽ സിസ്റ്റം കൊണ്ട് ഫിറ്റ് ചെയ്ത് തരുന്ന അനവധി കമ്പനികൾ ഇപ്പൊ വന്നു കഴിഞ്ഞു ഇന്ത്യയിൽ. നമുക്ക് വേണമെങ്കിലും കൊണ്ടുവെക്കാം. നമുക്ക് സ്ഥലം വേണം, വണ്ടി കയറി കിടക്കാനുള്ള സ്ഥലം വേണം. അപ്പോഴെന്ത് ചെയ്യും, അവര് കൊണ്ടുവന്ന് ഈ മിഷനറി എല്ലാം ഫിറ്റ് ചെയ്തിട്ട് പോകും. അപ്പൊ കിട്ടുന്നതിൽ ഇത്ര ശതമാനം അവർക്ക് പോകും. കാരണം ഇതിനകത്ത് ഇതാണല്ലോ, കാർഡ് പഞ്ചിങ്ങോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ആണല്ലോ. അപ്പൊ അവനിൽ പോയിട്ട് അവൻ നമുക്കൊരു കമ്മീഷൻ തരും. അതായത് 5 പൈസ വേണ്ട, സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ചാർജിങ് സ്റ്റേഷൻ തുടങ്ങാൻ കഴിയും. അതാണ് ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള നമ്മുടെ സംവിധാനം. അത് ചില കമ്പനികളാണ് ചെയ്യുന്നത്. ടാറ്റ തന്നെ 25,000 ചാർജിങ് സ്റ്റേഷനിൽ വരുന്നത്. എനിക്ക് തോന്നുന്നു മാരുതി വരുമ്പോഴത്തേക്ക് ഒരു വിപ്ലവം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം മാരുതിയുടെ ഒരു വിറ്റാര ഇലക്ട്രിക് എന്ന് പറഞ്ഞൊരു കാർ ഇപ്പൊ വരുന്നുണ്ട്. അവർ വന്നു കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അത് ജനകീയമായ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സർവീസ് സ്റ്റേഷനുള്ള
പിന്നെ വെഹിക്കിളാണ് മാരുതി എന്ന് പറയുന്നത്, മാരുതി കമ്പനി. അപ്പൊ അവർക്ക് ചിലപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ജനങ്ങൾക്ക് കൊണ്ട് നടക്കാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന വില കുറഞ്ഞ ഈ പോർട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് ഇലക്ട്രിക്കൽ സാധനങ്ങൾ ഇത് പിന്നെ ചാർജിങ് പോയിന്റുകൾ വരും. അതിനകത്ത് ഇപ്പൊ ഒരു വലിയ മാറ്റം നടക്കും. പക്ഷെ അവിടം കൊണ്ട് ഒതുങ്ങരുതെന്ന് കൂടി നിതിൻ ഗഡ്കരി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഹൈഡ്രജൻ ഇന്ധനത്തിലേക്കും എഥനോളിലേക്കും പോകുന്നത്. ഹൈഡ്രജൻ ഇന്ധനത്തിന്റെ ഒരു വാഹനമാണ് അദ്ദേഹം കഴിഞ്ഞ 2 വർഷമായി യൂസ് ചെയ്യുന്നത്. ഇപ്പോ ഇന്നോവ ഹൈഡ്രജനിലേക്ക് മാറുന്നുണ്ട്, അവര് മൾട്ടി ഫ്യൂവലിലേക്ക് മാറുന്നുണ്ട്, ഹൈഡ്രജൻ ട്രെയിൻ നമ്മൾക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ 10 വർഷം, അതായത് നരേന്ദ്രമോദി കയറിയതിനു ശേഷം 10 വർഷമാണ് നമ്മൾ റെയിൽ മേഖലയിൽ ഡീസലിന്റെ കൺസപ്ഷൻ വളരെ കുറച്ചത്, അതായത് ഇലക്ട്രിഫിക്കേഷൻ ചെയ്തു. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് കാറിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. നരേന്ദ്രമോദി കയറിയതിനു ശേഷമാണ് ഇന്ത്യയിൽ എല്ലായിടത്തും വൈദ്യുതി തന്നെ എത്തിയത്. ജമ്മു കാശ്മീരിലടക്കം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വൈദ്യുതി എത്താത്ത സ്ഥലങ്ങളിൽ ഒരു ബൾബ് തെളിഞ്ഞത് ഈ മോദി സർക്കാർ വന്നതിന് ശേഷമാണ്. നമ്മളാണ് പറയുന്നത് പോകുന്നില്ല. ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്റെ ചോദ്യം അപ്രസക്തമായിരുന്നു. കാരണം നരേന്ദ്രമോദി വന്ന ശേഷമാണ് വൈദ്യുതി പോലും വന്നത്. അപ്പോഴാണ് ഞാൻ ഇവിടെ വൈദ്യുതിക്കാരനെ പറ്റി ചോദിക്കുന്നത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് ഉള്ളത് പറയണമല്ലോ, ഉള്ളത് പറയണം. ഇപ്പൊ എല്ലായിടത്തും വൈദ്യുതി എത്തുന്നത് പോലും നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത്. നമുക്ക് ഇപ്പോഴും ഓർമ്മയാണ് എം എം മണി, നമ്മുടെ നമ്മുടെ കേരളത്തിലെ വൈദ്യുതി മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ഒരു പ്രസ്താവനയുണ്ട്. കറണ്ട് ആർക്കെങ്കിലും വേണോ, ലൈറ്റ് വേണോ, ഞങ്ങൾ സൗജന്യമായി വൈദ്യുതി നൽകുമെന്ന് പറഞ്ഞു. ഏത് പദ്ധതിയാണെന്നറിയോ? കേന്ദ്രത്തിന്റെ പദ്ധതിയായിരുന്നു ആ പദ്ധതി. അങ്ങനെ എല്ലായിടത്തും വൈദ്യുതി എത്തുന്നത് പോലും അപ്പോഴാണ്. അപ്പൊ നമ്മൾ സ്വയം പര്യാപ്തത വൈദ്യുതിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കേരളത്തിൽ ഇപ്പോഴും നമ്മൾ സ്വയം പര്യാപ്തത എത്തിയിട്ടില്ല. മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് വിലക്ക് വാങ്ങിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം കൂടെ നമ്മൾ മറക്കരുത്. കേരളത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഇത് പറയാൻ ഒരു യോഗ്യതയും ഇല്ല ഇലക്ട്രിക്കൽ കാറിനെ കുറിച്ച്. കാരണം ഇതാണ്. എങ്കിൽ പോലും കേരളത്തിൽ പോലും ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവരുടെ ഇപ്പൊ കൂടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു പോരായ്മ. അപ്പൊ ഇലക്ട്രിഫിക്കേഷൻ കൂടുതലായി, അതായത് ഊർജ്ജം നമുക്ക് കൂടുതലായി എത്തിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് കാറിലേക്ക് നമുക്ക് അതിവേഗം മുന്നേറാൻ കഴിയും. അതിപ്പോൾ മുന്നേറുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ഇപ്പൊ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം ഇപ്പോൾ റേഞ്ചും വില കുറവും. നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു പൊതു സ്വഭാവം, നമ്മൾ ഈ കപ്പൽ കണ്ടാലും നമ്മൾ ആദ്യം ചോദിക്കുന്ന സാധനം ഇതിന് എത്ര മൈലേജ് കിട്ടുമെന്നായിരിക്കും. അതാണ് നമ്മുടെ ഒരു ഇത്. കോടിക്കണക്കിന് രൂപ മുടക്കാണ് നമ്മൾ കപ്പൽ മേടിക്കുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും എത്ര മൈലേജ് കിട്ടുമെന്ന്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ഒരു കാര്യം തന്നെ. അപ്പൊ നമുക്ക് കൂടുതൽ മൈലേജ് ഉള്ളതും വില കുറഞ്ഞതുമായ ഇലക്ട്രിക് വാഹനങ്ങൾ അധികം വൈകാതെ വിപണിയിലേക്ക് എത്തും. അത് ഇത് എത്താൻ വളരെ ഈസിയാണ്. ഒരുപക്ഷെ ഈ ട്രംപിന്റെ താരിഫ് യുദ്ധം ശക്തമാവുകയാണെങ്കിൽ ഇന്ത്യ കൂടുതൽ ചൈനീസ് കമ്പനികളിലേക്ക് ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കുകയാണെങ്കിൽ, ഈവൻ ഒരു നല്ല ശതമാനം ടാക്സ് ചൈനീസ് വണ്ടിക്ക് ഈടാക്കിയാൽ പോലും ചൈനയ്ക്കും നഷ്ടം വരത്തില്ല, ഇന്ത്യക്കാർക്കും നഷ്ടം വരത്തില്ല. അമേരിക്കയുടെ ടെസ്ലയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പോലെ അല്ല, അവന്റെ വില കൂടിയ കാറിന്റെ ഇറക്കുമതി ചെയ്യുന്ന. ചൈനയുടെ 5 ലക്ഷം രൂപയുടെ 10 ലക്ഷം രൂപയുടെ ഇലക്ട്രിക്കൽ കാർ ഇവിടെ ഒരു 15 ലക്ഷം രൂപയ്ക്ക് വിറ്റഴിച്ചാലും മേടിക്കാൻ ആളുണ്ടാകും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വേഗത്തിൽ ഇവിടെ പോകും. പക്ഷെ നമ്മളത് അനുവദിക്കാത്തതിന്റെ കാരണം നമ്മൾ തന്നെ അതിൽ സ്വയം പര്യാപ്തത എത്തുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ഇവിടെ തൊഴിലവസരങ്ങൾ കൂടുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് കടുംപിടുത്തം പിടിക്കുന്നത്. ഒരുപക്ഷെ അത് മാറിക്കൂടാകുകയില്ല. ഒപ്പം തന്നെ എഥനോൾ വലിയ രീതിയിൽ തന്നെ ഇന്ധനമാക്കിക്കൊണ്ട് ഓടിക്കാനുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറുന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ പെട്രോളിൽ 18% എഥനോൾ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഇനി അടുത്ത ഘട്ടം ഇതിൽ വരുന്നത് അതിന്റെ 30%, പിന്നെ 50%, പിന്നെ ഫുള്ളി എഥനോൾ ഓടുന്ന വാഹനങ്ങൾ. അത് എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മുടെ വാഹനങ്ങള് ഈ കൊമേഴ്സ്യൽ വാഹനങ്ങളുണ്ട്. ഈ കൊമേഴ്സ്യൽ വാഹനങ്ങൾ കൂടുതൽ ഓടുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലാണ്, കാർഷിക ഗ്രാമങ്ങളിലാണ്. അതായത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇതിന്റെ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇന്നൊരു ഗ്രാമം പോലും നമുക്ക് കാണാൻ കഴിയില്ല, കുറച്ചുകൂടെ അത് ഡെവലപ്പായി. പക്ഷെ ഇപ്പോഴും ഒക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള വലിയ ഗ്രാമങ്ങളാണ്. ഈ ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനും ഒക്കെ ആയിട്ടുള്ള ഈ പാസഞ്ചർ ഓട്ടോസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ റിക്ഷകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള വാഹനങ്ങൾക്ക് അത് കൂടുതൽ ഗുണകരമായിരിക്കും. അങ്ങനെയുള്ളൂ. അപ്പൊ അതൊരു വലിയ ഇതിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് ഇതിന്റെ കൺസപ്ഷൻ കുറയ്ക്കണം. പക്ഷെ ഈ 2014 തൊട്ട് 2024 വരെ നരേന്ദ്രമോദി കയറിയപ്പോൾ ചെയ്ത പണി പെട്രോളും ഈ ക്രൂഡ് ഓയിൽ വാങ്ങുക മാത്രമല്ല, അത് വിൽക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. രണ്ടാമത്തേത്, ഇലക്ട്രിക്കൽ വാഹനത്തിലേക്ക് വളരെ വൈകിയാണെങ്കിലും മറ്റു രാജ്യങ്ങളിലൊക്കെ അമേരിക്കയിലായാലും ചൈനയിലായാലും അവരൊക്കെ ബഹുദൂരം മുൻപിലാണ്. അവിടുത്തെ ആ ഒരു ഇതിലേക്ക് നമ്മളും ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പലരും ചോദിച്ചതാണ്, ഇത് വഴി കിടക്കുമ്പോൾ നിങ്ങൾ വരുമോ എന്ന് നിതിൻ ഗഡ്കരി എടുത്ത് ചോദിച്ച നേതാവുള്ള നാടാണ് നമ്മുടെ ഈ രാജ്യം. അതിൽ നിന്ന് മാറി നിങ്ങൾ വഴി കിടക്കേണ്ട 500 കിലോമീറ്റർ റേഞ്ചെങ്കിലും കിട്ടുന്ന വാഹനങ്ങളാണ് പതുക്കെ ഇറക്കി തുടങ്ങി. അത് ആയി വരാൻ ടൈം എടുക്കും. ഈ ഇറങ്ങിയതിനു ശേഷം 2019 ഇത് ഇറങ്ങിയതിനു ശേഷം വലിയ മൂവ്മെന്റ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രം ഏതാണ്ട് 20 ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കൂടുതൽ വാഹനങ്ങളിലേക്ക് പോകുന്നു. ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ അല്പം കൂടി സബ്സിഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പിന്നെ ആ ഇലക്ട്രിക് വാഹനങ്ങൾ ആൾക്കാർക്ക് എടുക്കാനുള്ള ഒരു പ്രധാന മടി, ഇതിനെക്കുറിച്ചുള്ള ചില സംശയങ്ങളും ആ സംശയങ്ങൾ ഏറെക്കുറെയൊക്കെ സത്യവുമാണ്. വഴിയിലൊക്കെ ചാർജിങ് സ്റ്റേഷനുകൾ കിട്ടാത്തത് ഒരു പ്രധാന പ്രശ്നമാണ്. ചാർജിങ്ങിനായി കൂടുതൽ സമയം എടുക്കുന്നത്. ഇപ്പൊ ഒരു പമ്പിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ പെട്രോൾ അടിക്കാനായിട്ട് നമുക്ക് വേണ്ടി വരുന്ന 5 മിനിറ്റ് ആണ്. പക്ഷെ ഒരു ചാർജിങ് സ്റ്റേഷനിലേക്ക് നമ്മൾ ഒരു വണ്ടി കയറ്റി കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും. അതൊന്ന് അല്ല, ഇപ്പൊ അരമണിക്കൂറിന്റെ ഇറങ്ങിയിട്ടുണ്ട്.
അരമണിക്കൂർ കൊണ്ട് 80% ചാർജ് ചെയ്യാറുള്ളത് എത്തിയിട്ടുണ്ട്. ഇവിടത്തേക്ക് നമുക്ക് കുറച്ചുകൂടി ഇതിലേക്ക് എത്താൻ, ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് നമ്മൾ എത്താൻ, അല്ലെങ്കിൽ പോരാത്തതിന് നമ്മുടെ മനസ്സ് വണ്ടിയിൽ പാകം. ഉണ്ടാകുന്ന സോഫ്റ്റ്വെയർ കംപ്ലൈന്റുകൾ വലിയൊരു വിഷയമാണ്. കാരണം വണ്ടി വഴി വെച്ച് നിന്ന് പോകും. ചോദിക്കുമ്പോൾ പറയും സോഫ്റ്റ്വെയർ കംപ്ലൈന്റ് ആണെന്ന് പറയും. പിന്നെ സർവീസിനൊക്കെ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്ന് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞുള്ള സ്ലോട്ടൊക്കെ ആയിരുന്നു, സർവീസിന് 2 മാസം കഴിഞ്ഞ് കൊണ്ടുവന്നത്. അതൊക്കെ വലിയ അപ്പൊ വിഷയങ്ങളാണ് ഇലക്ട്രിക് വണ്ടിയെ സംബന്ധിച്ചിടത്തോളം. അല്ല, പ്രാഥമിക തലത്തിൽ ഇതിലെല്ലാം ഒരുപാട് വിഷയങ്ങൾ വരും. ഒരു ഈ ഉം. നമ്മുടെ റെയിൽവേ ട്രാക്കിൽ നിന്ന് കക്കൂസ് മാറ്റിയപ്പോ, അത് പബ്ലിക്കിന്റെ കക്കൂസ് ആയിരുന്നല്ലോ നമ്മുടെ റെയിൽവേ ട്രാക്കുകൾ, അത് മാറ്റിയപ്പോ തന്നെ വലിയ ഉം. പാടുപെട്ടാണ് നമ്മളത് മാറ്റിയത്. എല്ലാവർക്കും ശൗചാലയമൊക്കെ പണിത് കൊടുത്ത് നിങ്ങൾ ഇനി അവിടെ പോയി സാധിച്ചോ, ട്രാക്കിൽ സാധിക്കണ്ട എന്നൊക്കെ പറയുകയും അതിന് വേണ്ടിയിട്ട് റെയിൽവേ പോലീസ് വളരെ ശക്തമായ നടപടികളും എടുത്തതിന് ശേഷമാണ് അത് ഇല്ലാതായിപ്പോയി. അതുപോലെ ഇതിന് പ്രാരംഭ ഘട്ടത്തിൽ കുറെ തടസ്സങ്ങളുണ്ട്. ഇതിനകത്ത് മറ്റൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതുകൊണ്ടാണ് ഇപ്പൊ ഹൈബ്രിഡ് വാഹനങ്ങൾ കൂടുതലായി ഇറങ്ങും. ഹൈബ്രിഡ് വാഹനങ്ങൾ എടുക്കുമ്പോൾ ജനങ്ങൾക്ക് കുറച്ചുകൂടി ഇലക്ട്രിക്കൽ വാഹനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനും അതിനകത്തോട് ഇൻട്രസ്റ്റ് വരാനും ഇടയാകും. കാരണം പകുതി പെട്രോളും പകുതി ഇലക്ട്രിക്കലുമായിട്ടാണ് ഹൈബ്രിഡ് വാഹനങ്ങൾ ഓടുന്നത്. ഏതാണ്ട് ഒരു 60 കിലോമീറ്റർ റേഞ്ച് ഇലക്ട്രിക്കലിന് കിട്ടും, ബാക്കി നമുക്ക് പെട്രോളിന് ഓടും. അപ്പൊ ഈ ഓടുന്നവർക്കൊരു മനസ്സിനൊരു കോൺഫിഡൻസ് വേണമല്ലോ, ഞാൻ വഴി കിടക്കത്തില്ല, ഇനി കറണ്ട് ഇല്ലെങ്കിൽ ചാർജ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പെട്രോൾ അടിച്ചോടാം, പെട്രോൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ചാർജ് ചെയ്തോടാം. അങ്ങനെ ഇപ്പൊ ഹൈബ്രിഡ് വാഹനങ്ങളുടെ നിരയിലേക്ക് ടൊയോട്ട, മാരുതി ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും ഉണ്ട്. പക്ഷെ ടാറ്റയെ പോലുള്ള മുൻനിര വാഹനക്കാർ ഹൈബ്രിഡിലേക്ക് ഇറങ്ങിയിട്ടില്ല, മഹീന്ദ്രയും ഹൈബ്രിഡിലേക്ക് ഇറങ്ങിയിട്ടില്ല. പക്ഷെ അവർ വരുമായിരിക്കും. ഈ ഹൈബ്രിഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇലക്ട്രിക്കലിലേക്കുള്ള പോക്ക് വളരെ എളുപ്പമായിരിക്കും. കാരണം കോൺഫിഡൻസ് ലെവൽ കൂടും ആളുകളുടെ. ചാർജിങ് സ്റ്റേഷനുകൾ എല്ലായിടത്തും വ്യാപകമായി. എനിക്ക് തോന്നുന്നു ഈ മാരുതിയുടെ പുതിയ വണ്ടി ലോഞ്ച് ചെയ്യുന്നതോടെ തന്നെ ഇലക്ട്രിക് പോയിന്റുകൾ കൂടാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇപ്പോൾ തന്നെ മിക്ക സംസ്ഥാനങ്ങളും പ്രൈവറ്റ് കമ്പനികൾക്ക് ഈ അവരുടെ ഇലക്ട്രിക്കൽ, അതായത് കറണ്ടിന്റെ ആവശ്യകതയ്ക്കുള്ള ഉത്തരവാദിത്തങ്ങൾ ഇപ്പൊ നമ്മുടെ പല സംസ്ഥാനങ്ങളിൽ പോയാലും, മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പോയാൽ നമ്മുടെ ഈ മൊബൈൽ ഫോൺ പോർട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് ഏതെടുത്തും വേണമെങ്കിൽ വൈദ്യുതി വിലയ്ക്ക് വാങ്ങാൻ പറ്റും. അപ്പൊ നമുക്ക് തടസ്സമില്ല എന്നുള്ള സർവീസ് വൈദ്യുതി കിട്ടുന്നുണ്ട്. ഇന്നും നമ്മുടെ കേരളത്തിൽ നമ്മൾ KSEB മാത്രം ആശ്രയിച്ചാണ് മുൻപോട്ട് പോകുന്നത്. ഇപ്പോഴാണ് കുറച്ചെങ്കിലും നമ്മൾ സോളാർ പാനലുകൾ വെച്ച് സോളാറിലേക്ക് നീങ്ങുന്നത്. ഇനി നമ്മൾ എത്ര നാളെടുക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതെ, ഇതൊക്കെ നമ്മൾ എത്ര നാൾ എടുക്കുമെന്നുള്ളതാണ്. ഇന്നിപ്പോ ഡൽഹിയിൽ അടക്കമുള്ള ഇലക്ട്രിക് ബസ്സുകൾ ഓടി തുടങ്ങുമ്പോഴും അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ്, 140 കോടി ജനമുള്ള രാജ്യമാണ്, നമ്മളൊരു വികസിത രാജ്യമല്ല. അപ്പൊ നമ്മൾക്ക് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഈ നിലയിലേക്കെങ്കിലും നമ്മളെ എത്തിച്ചു എന്നുള്ളതിനകത്ത് ഒരു വലിയ ക്രെഡിറ്റ് മോദി സർക്കാരിന് തന്നെ കൊടുക്കണം. അതിനകത്ത് ഏറ്റവും വലുത് നമ്മുടെ ഈ ഡീസൽ കൺസപ്ഷൻ കുറയ്ക്കാൻ കഴിഞ്ഞു. അതായത് ആദ്യം കുറഞ്ഞത് എവിടെയാണെന്ന് വെച്ചാൽ റെയിൽവേ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ കുറഞ്ഞത്. നമ്മുടെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യാത്ര നടക്കുന്നത് റെയിൽവേയിലാണ്. ഒപ്പം തന്നെ നമ്മുടെ ഈ കൺസപ്ഷൻ കൂടാണ്ടായ പ്രധാന കാരണം പഴയതുപോലെയുള്ള വിമാന സർവീസ് അല്ല. ഇപ്പോൾ ദൈനംദിന വിമാന സർവീസ് കൂടുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു ആഘോഷം ഉണ്ടെങ്കിൽ അവിടത്തേക്കാണ് എല്ലാ വിമാന കമ്പനികളും വിടുന്നത്. നമുക്കറിയാം കുംഭമേളയ്ക്ക് തന്നെ വിമാന കമ്പനികൾ മുഴുവൻ കുംഭമേളയിലോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവിടെയും നമുക്ക് ഇതിന്റെ കൺസപ്ഷൻ കൂടുകയാണ്, നമ്മുടെ ഇന്ധനങ്ങളുടെ കൺസപ്ഷൻ കൂടുന്നു. ട്രെയിൻ ഇപ്പൊ എല്ലാ ഇലക്ട്രിഫിക്കേഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോഴും ചിന്തിക്കേണ്ടതായ ഒരു വിഷയമുണ്ട്. കേരളത്തിൽ ഇപ്പോഴും നമ്മളുടെ ഡബിൾ ലൈൻ ആയിട്ടില്ല. ഡബിൾ ലൈനിന്റെ ഇലക്ട്രിഫിക്കേഷൻ പൂർത്തിയായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നായിരുന്നു ഇലക്ട്രിഫിക്കേഷൻ പൂർത്തിയായതെന്നും കൂടി നമുക്കറിയാം. ഈ അടുത്ത കാലത്താണ് നമുക്ക് ഈ തീരദേശ പാതയിലൊക്കെ ഇലക്ട്രിഫിക്കേഷൻ പൂർത്തിയായത്. അങ്ങനെ എല്ലായിടത്തേക്കും നമ്മൾ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇത് വളരെ ഈസിയാണ്. പക്ഷെ ഇത് ദ്രുതഗതിയിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് എടുത്തു പറയേണ്ട ഒരു നേട്ടം. കാരണം ഇത് വളരെ വേഗത്തിൽ ഫാസ്റ്റായിട്ട് നടക്കുന്ന. അന്ന് 2014 ഗഡ്കരി പാർലമെന്റിൽ പറയുമ്പോൾ ഗഡ്കരിയെ കളിയാക്കി ചിരിച്ചവർ പോലും ഇന്ന് അതിനെ അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ഡിജിറ്റലൈസേഷൻ വന്നത്. പണമിടപാടുകളുടെ സമയം വന്നപ്പോഴേക്കും പലരും ചോദിച്ചു, ഈ വഴിയിൽ ഉള്ള കച്ചവടക്കാർ എന്ത് ചെയ്യും, പച്ചക്കറി കച്ചവടക്കാർ എന്ത് ചെയ്യും. ഇന്നിപ്പോ കപ്പലിന്റെ കച്ചവടക്കാരുടെ വരെ ഗൂഗിൾ പേയും ഇല്ലെങ്കിൽ പൈസ ഇടപാട് നടത്താനുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ വന്നു. അത് കാലഘട്ടത്തിനനുസരിച്ച് കാലം മാറുകയും മുൻപോട്ട് പോവുകയും ചെയ്യും. പക്ഷെ അപ്പോൾ നമ്മൾ നമ്മുടെ മുമ്പിലുള്ള വലിയ രാജ്യങ്ങളുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യാൻ നിൽക്കരുത്. കാരണം അവരൊക്കെ നമ്മളെക്കാൾ ബഹുദൂരം മുൻപേ ഓടിയെത്തിയവരാണ്. നമ്മൾ അവരോടൊപ്പം ഓടിയെത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും 58.1 കോടി ലിറ്റർ പെട്രോളും 58.13 ലിറ്റർ ഡീസലും വേണ്ട ഒരു രാജ്യമാണിത്. ഇത് ഇലക്ട്രിഫിക്കേഷനിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ടൈം കൂടുതലെടുക്കും. പിന്നെ നമ്മുടെ ഒരു വലിയ പ്രൊജക്ട് വരുന്നുണ്ട്. ഈ 2025 ജനുവരിയിലാണ് അത് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. അത് ഒരുപക്ഷെ ഈ വർഷം, എനിക്ക് തോന്നുന്നു അധികം പോകില്ല, 2-3 മാസത്തിനകം. അത് നിതിൻ ഗഡ്കരിയുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആണ്. അത് ഇലക്ട്രിക്കൽ ഹൈവേ വരുന്നുണ്ട്. അതായത് വലിയ ട്രക്കുകളും മറ്റുമൊക്കെ. നാഗപൂർ ടു ഡൽഹിയാണ് ഹൈവേ. 1300 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഒരു ഹൈവേ ആണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ദൈർഘ്യമേറിയ ഇലക്ട്രിക്കൽ ഹൈവേ ആദ്യമായി വന്നത് ജർമ്മനിയിലായിരുന്നു. അത് കേവലം 13 കിലോമീറ്റർ ആയിരുന്നു. ഇത് 1300 കിലോമീറ്ററാണ്. അത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇലക്ട്രിക്കൽ ട്രെയിനൊക്കെ പോകുന്നത് പോലെ തന്നെ ഈ ഗുഡ്സ് വാഹനങ്ങൾക്കും
ലോങ് റൺ പോകേണ്ട ബസ്സുകൾക്കും മറ്റും അതിന്റെ മുകളിൽ ഒരു ആന്റീന കണക്ട് ചെയ്യുന്നു. ഈ ട്രാക്കിലേക്ക് ഇറങ്ങി, അതിന് സ്പെഷ്യൽ ട്രാക്കാണ്, റോഡിൽ തന്നെ ഒരു ലൈൻ, ഈ ലൈനിൽ പോയിട്ട് ഈ ട്രക്കിന്റെ മുകളിൽ ഈ ആന്റീന ഇലക്ട്രിക്കലുമായി ബന്ധപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ഡീസലും പെട്രോളും ആവശ്യമില്ല, ഈ ട്രക്കുകൾ കൃത്യമായി തന്നെ പോകും. അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഇന്ധന ചെലവ് കുറയുന്നതനുസരിച്ച് തന്നെ വിപണിയിൽ സാധനങ്ങളുടെ വില വലിയ രീതിയിൽ കുറയും. നമ്മുടെ നാട്ടിൽ സാധനങ്ങളുടെ വില കൂടുന്നത് ഈ ഡീസലിന്റെ വിലയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണല്ലോ. ഡീസലിന് വില കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരത്തിന് വരെ വില കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ ഇന്ധനങ്ങൾക്ക് വില കുറയുമ്പോൾ ഇത് കുറയണമല്ലോ സ്വാഭാവികമായി. അപ്പൊ ഇല്ലെങ്കിൽ ഈ വിലയിലെങ്കിലും പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയും. അങ്ങനെ കുറെ അധികം ഇഷ്യൂസുകൾ കൂടെയും നമ്മൾ കടന്നു പോകും. അതിന്റെ ഒരു പരിഹാരമാണ് ഏതായാലും പെട്രോൾ ഡീസൽ ഉപയോഗം. നമുക്ക് ഉടനടി ഒന്നും നിൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പല വാഹനങ്ങളും അവരുടെ പെട്രോൾ വാഹനങ്ങൾ നിർത്താത്തതിന്റെ കാരണം അത് തന്നെയാണ്. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഇലക്ട്രിക്കൽ വാഹനം വന്നതോടുകൂടി ഈ പെട്രോൾ വാഹനങ്ങളുടെ വില പിന്നെയും കുറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കൊണ്ടാണ് ആളുകൾ പെട്രോൾ വണ്ടി എടുക്കുന്നത്. ഇപ്പൊ ഒരു കമ്പനി അവരുടെ സെയിം പ്രൊഡക്റ്റ് പെട്രോളും ഇലക്ട്രിക്കലും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ പെട്രോളും ഇലക്ട്രിക്കലും തമ്മിൽ ഏതാണ്ട് ഒരു 5 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. ഇന്ത്യക്കാരനെ സംബന്ധിച്ച് 5 പൈസയുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് പെട്രോൾ വണ്ടി ഏറ്റവും കൂടുതൽ വാങ്ങുന്നത്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇലക്ട്രിക്കൽ വാഹനങ്ങൾ വന്നിട്ട് എന്താണ് ആളുകൾ കൂടുതലായിട്ട് വാങ്ങാത്തത്, വില അതിന്റെ വിൽപ്പന കുറയുന്നുണ്ടല്ലോ, പെട്രോൾ വാഹനങ്ങൾ കണ്ടില്ലേ കൂടുന്നുണ്ടല്ലോ. അതിന്റെ അതിന്റെ ഉദാഹരണം ഇതേ ഉള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ വാഹനങ്ങൾക്ക് വില കൂടുതലാണ്, ആ സെയിം മോഡൽ തന്നെ പെട്രോൾ വാഹനവും കിട്ടും. ഇത് തമ്മിലുള്ള വ്യത്യാസം ഒരു 3 to 5 lakhs വ്യത്യാസമുണ്ട്. അപ്പൊ സ്വാഭാവികമായി ഇന്ത്യക്കാരുടെ മനസ്സെന്ന് പറഞ്ഞാൽ വില കുറയുക എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ആഡംബരം ഒട്ടും കുറയാനും പാടില്ല നമുക്ക്. അതുകൊണ്ട് ഒരേ പ്രൊഡക്റ്റ് തന്നെ 2 സാധനത്തിൽ ഓടണം. അപ്പൊ ഇതുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു വേരിയേഷൻ വരുന്നത്. ഒരു പക്ഷേ ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ റേറ്റ് കുറയ്ക്കുകയും ഈ പോയിന്റുകൾ, ചാർജിങ് പോയിന്റുകൾ എല്ലായിടത്തും എത്തുകയും ചെയ്താൽ നമുക്ക് വരും. പക്ഷെ അപ്പോഴും നമുക്ക് ഇത് പെട്ടെന്നൊരു മാറിമറിച്ചിൽ ഉണ്ടാകില്ല. ഇപ്പൊ തന്നെ ഈ 20 ലക്ഷം എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ 2025 കഴിയുമ്പോഴേക്കും പെർ ഇയർ ഒരുപക്ഷെ 1 കോടി വാഹനങ്ങൾ അല്ലെങ്കിൽ ഒരു 50 ലക്ഷം വാഹനങ്ങൾ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മളുടെ പുറത്തിറങ്ങിയ വാഹനം എന്ന് വെച്ചാൽ 2.84 കോടി വാഹനങ്ങളാണ് രജിസ്റ്റർ ചെയ്തത് 2023-24. അപ്പം ഈ 25-26 അല്ലെങ്കിൽ 25 വർഷത്തിൽ ചിലപ്പോൾ അത് 3 കോടി എത്തും. അതിലൊരു 50 ലക്ഷം വാഹനങ്ങൾ ഇലക്ട്രിക്കൽ ആയ ഒരുപക്ഷെ ധനുഷ നമ്മൾ വിചാരിക്കുന്ന പോലെ ആകില്ല. 4-5 വർഷം കഴിയുമ്പോഴത്തേന് 50% നമുക്ക് എത്താൻ കഴിയും. ഇത് തന്നെ ഗഡ്കരി പറഞ്ഞത് 2030-ലാണ്. ഞാനും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു. ഗഡ്കരി 2030 30% വാഹനങ്ങൾ എന്നാണ് പറഞ്ഞത്. 30% വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 60 ലക്ഷം വാഹനം. ഇപ്പോഴത്തെ കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ഈ 2.84 കണക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ 30 ലക്ഷം വാഹനങ്ങൾ പറയുന്നത്. 20 ലക്ഷം വാഹനങ്ങൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ശതമാനം കൂടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് ഇന്ധനങ്ങളിലേക്കുള്ള വാഹനങ്ങൾ അത് വരാനിരിക്കുന്നു, അറിയാനിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഏതായാലും നമ്മൾക്ക് 2 കാര്യങ്ങൾ പറഞ്ഞത് അവസാനിപ്പിക്കാം. 2 കാര്യങ്ങളിൽ ഈ 10 വർഷങ്ങളിലുണ്ടായ മാറ്റം, ഇന്ത്യ എണ്ണ മാത്രം മേടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന രാജ്യമല്ല. ഇപ്പോൾ എണ്ണ വാങ്ങുകയും അത് ഒരാളെ മാത്രമല്ല ഇപ്പോൾ നമ്മൾ നോക്കി നിൽക്കുന്നത്. ലോകത്തെല്ലാം എവിടേക്ക് എണ്ണ കിട്ടാമോ ലാഭത്തിൽ അവിടെ നിന്നെല്ലാം നമ്മൾ വാങ്ങുന്നുണ്ട്. ഒപ്പം ആ എണ്ണ സംസ്കരിച്ച് മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കുന്നതായി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഇലക്ട്രിക്കലും മറ്റ് ഊർജ്ജങ്ങളിലേക്കും, അതായത് സോളാറ്, ഫോസിൽ ഇന്ധനങ്ങള്, ഒപ്പം തന്നെ ഈ പറയുന്ന ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ളത്, എഥനോൾ ഉൾപ്പെടെയുള്ളതിലേക്ക് നമ്മൾ നീങ്ങുന്നു. ഈ ഒരു വിപ്ലവം ഒരുപക്ഷെ ഒരു 5 കൊല്ലത്തിനകം നമുക്കൊരു 30% എത്തിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് 2030 25% ഈ ഇലക്ട്രിക് വണ്ടികൾ ആകും എന്നാണ് നിതിൻ ഗഡ്കരി പറയുന്നത്. അപ്പോഴേക്കും ഇലക്ട്രിക് വണ്ടികൾ കൂടുന്തോറും പെട്രോൾ വണ്ടികൾക്കും പെട്രോളിനും വില കുറയും എന്ന് പ്രതീക്ഷിച്ച് ഇലക്ട്രിക് വണ്ടി എടുക്കാതെ ആ സമയത്ത് പെട്രോൾ വണ്ടി എടുക്കാനിരിക്കുന്ന ഒരു ശരാശരി മലയാളി എന്നുള്ള നിലയിൽ താങ്കളുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന അവസാനം നിതിൻ ഗഡ്കരിയുടെ ആ പദ്ധതി പാളി പോകാതിരിക്കാനും ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.